ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞമ്മക്കും അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. നമ്മളിവിടെ കുറച്ച് മാവുണ്ടായിരുന്നു ദോശക്ക് ഇഡ്ഡലിക്കൊക്കെ ആട്ടണം. അപ്പോൾ അത് ഇനി വെള്ളപ്പത്തിന് കുറച്ച് അരിപ്പൊടി ഉണ്ട്. അപ്പോൾ അതാണ് ഇട്ടുങ്ങാണ്ടേ കുറച്ചൊന്നും ഇളക്കി വെച്ചാൽ ഒരു മണിക്കൂർ വെച്ചാൽ അത് വെള്ളപ്പം ചൂടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെള്ളപ്പം തേങ്ങാപ്പാലും ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കട്ട ഉടച്ചിങ്ങാണ്ടേ അതവിടെ വെച്ചാൽ മാവ് കുറച്ച് കമ്മിയാണ്. അപ്പം ഇനിയിപ്പോൾ അതന്നെ മതി എന്ന് എഴുതിങ്ങാണ്ടാണ് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടാക്കിയാൽ സംഭവം അവിടെ റെഡിയാവും രാവിലത്തെ ചായക്കടി. അപ്പോൾ അതാ നമ്മളതാണ് പാർന്നുങ്ങാണ്ടേ ചൂടൽ തുടങ്ങട്ടെ. അത് നോക്കാം നിങ്ങൾ നല്ല ആരെടുത്തുങ്ങാണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിക്കണ്. പക്ഷേ നമ്മളെ മറ്റേ ചട്ടിയും കൂടി ആണെന്നുണ്ടെങ്കിൽ സൂപ്പറായി കാരം ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് തേങ്ങാപ്പാൽ കൂട്ടിങ്ങാണ്ട് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒന്നാമത്തെ നമുക്കിപ്പോൾ ഒന്നും ചട്നിയും കറിയും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ തേങ്ങാപ്പാലാവുമ്പോൾ വേഗം മിക്സിയിലിട്ട് അടിച്ചിങ്ങാണ്ടേ അരിപ്പിക്ക് വാർന്നുങ്ങാണ്ട് കുറച്ച് പഞ്ചസാര അവിടെ ഇട്ടാൽ അത് കൂട്ടി തിന്നോളും. അപ്പം ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ മതി. ഒന്നാമത്തെ നല്ല പനിയാണ് മക്കളെ. ഇന്നലെ തുടങ്ങിയിരിക്കണ് തലവേദന ഇതൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ നല്ല പനിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ മതിയായിരിക്കണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉച്ചയാകുമ്പോഴേന് കുറച്ച് രസവും കുറച്ച് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെതിങ്ങണ്ട് അതുമൊക്കെ കൂടി അതിൻ്റെ ഒക്കെ പണിയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് മാവുള്ളൂ, ഇനി പത്ത കാട്ടുക നെതിങ്ങാണ്ട് നിൽക്കണ്ടല്ലോ. നമ്മളിങ്ങനെയൊക്കെ തന്നെ കാട്ടിൽ. അല്ലാന്നുണ്ടെങ്കിൽ ചോറുണ്ടെങ്കിൽ കുറച്ച് ചോറ് കൊണ്ട് അരച്ചങ്ങാണ്ട് കൂട്ടിയാലും മതി കേട്ടോ, ടേസ്റ്റാണ്. അപ്പോൾ ചോറ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ ചോറ് ഇട്ടുകൊണ്ട് അരച്ചാലേ അതിക്കാണ് കൂട്ടിയാണ്ട് ഇളക്കി വെച്ചാൽ, ചോറാണെങ്കിൽ പിന്നെ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചാൽ തന്നെ ആകും. അപ്പോൾ അത് ചുടലിവിടെ കഴിഞ്ഞിക്കണം. നമ്മളവിടെ തിന്നുങ്ങാണ്ടേ ഒരു കുളുകൻ്റെ പോയി തിന്നട്ടെ, മറ്റിങ്ങനെ ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒരു തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങ കൊണ്ട് നമ്മൾ വേഗം എളുപ്പപ്പണി കാട്ടിയതാണ്. തിന്നണവർക്ക് പകുതി മതിയല്ലോ. പക്ഷേ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് തേങ്ങാപ്പാൽ ഒന്നും കൂടി കട്ടിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഈ കാരം. അതെങ്ങനെ കൂട്ടി തിന്നാന്നൊന്നും കരുതണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ തിന്നട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി നമ്മളെ രസത്തിനുള്ള പരിപാടി എടുത്തിക്കണ്. രസം എവിടെ എത്താന്നറിയോ? മുരിങ്ങ നമ്മൾ ഊരീൻ്റെ പിഞ്ച് തണ്ടുകളുണ്ടല്ലോ, ആ തണ്ടാണ് നമ്മളിവിടെ രസം വെക്കണത്. അപ്പോൾ മുരിങ്ങാത്തണ്ട് എങ്ങനെയാണ് രസം വെക്കുകയെന്നുണ്ടാവും എൻ്റെ കൂട്ടുകാർക്ക്. മുരിങ്ങാത്തണ്ട് പിഞ്ച് തണ്ടാണ്, അതുകൊണ്ട് തന്നെ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ അമ്മയമ്മ ഒന്നുകൊണ്ട് ചതച്ചിങ്ങാണ്ട് തിളപ്പിച്ചിങ്ങാണ്ട് അങ്ങനെയും ചെയ്യുക. തിളപ്പിച്ചിങ്ങാണ്ടാവുമ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിക്ക് വെള്ളത്തിൽ ഇറങ്ങും. ഇതിപ്പോൾ നമുക്ക് തിളപ്പിച്ചാൽ നിൽക്കാനൊന്നും വെച്ച തടി കൊണ്ട് വെച്ച. അപ്പോൾ ഇതിങ്ങോട്ട് അരിഞ്ഞിങ്ങാണ്ടേ ഒന്നിങ്ങോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ അങ്ങോട്ട് മിക്സിയിലിട്ട് ഒന്നുകൊണ്ട് അടിച്ചു കൊണ്ടുവരിക. ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ പോരും. അതിൻ്റെ മരത്തിൻ്റെ മാതിരിയുള്ള തണ്ട് അവിടെ നിൽക്കും, ആ പച്ച അയിമൊന്നിട്ട് പോരും. ഇത് പിന്നെ മെയിനായിട്ട് എന്താണെന്നറിയില്ല മക്കളെ, ഇത് നമുക്ക് കാലുവേദനക്കും നടുവേദനക്കും മുട്ടുവേദനക്കൊക്കെ നല്ലതാണ് കേട്ടോ, ഇങ്ങനെ ഇത് വെച്ച് കുടിച്ചാലും. അതുകൊണ്ട് തന്നെ നമ്മൾ മുരിങ്ങ വരുമ്പോൾ പിഞ്ച് തണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കലുമില്ല, രസം വെക്കുമ്പോൾ അതിക്ക് എടുക്കും. അപ്പോൾ അതിക്ക് വേണ്ട കുരുമുളകും ജീരകവും ഒന്നിട്ട് പൊടിച്ചിങ്ങാണ്ട് അതിക്ക് 2 ഉപ്പും ഇട്ടോ. അത് നല്ലോണം ഒന്ന് പൊടിച്ചിങ്ങാണ്ടേ പിന്നെ ഈ വെളുത്തുള്ളി അതിക്കൊന്നിട്ട് ചാച്ചിങ്ങാണ്ട് കൊണ്ടുവന്നിങ്ങാണ്ട് ഇതാക്കുക. അപ്പോൾ മുരിങ്ങാത്തണ്ട് നമ്മളിവിടെ അരിച്ചാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ പച്ച കളറാണ്.
അത് വിചാരിച്ചാണ്ട് രസം വെച്ചാൽ പച്ച കളർ കിട്ടൂല കേട്ടോ. പച്ച കളർ കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ അതേമാതിരി തന്നെ അതിക്ക് ചുവന്ന മുളക് ഇടും. അപ്പോൾ അതിൻ്റെ കളർ മാറും. തക്കാളി ഇടണില്ലേ. അപ്പം നമ്മൾ ഈ രസത്തിൻ്റെ പണിയാണ് കഴിക്കുക. നമ്മൾക്ക് എതിനുണ്ടാവും ഈ താത്താക്ക് വെറും രസവും ഇതൊക്കെ തന്നെ ഉള്ളൂന്ന്. പക്ഷേ രസം വെക്കാൻ അറിയാത്തവരുണ്ടാവും കേട്ടോ. രസം എങ്ങനെ വെക്കുക എന്നുള്ള അറിയാത്തവരുണ്ടാവും. രസത്തേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുന്നവരും ഉണ്ടാവും. പക്ഷേ ഇഞ്ചിയും പച്ചമുളകൊന്നും ഇട്ടാൽ രസത്തിൻ്റെ ടേസ്റ്റ് വരില്ല കേട്ടോ മക്കളെ. ഞാൻ അങ്ങനെ കേട്ടിക്കണേ, അതുകൊണ്ടപ്പോൾ പറഞ്ഞു കേട്ടോ. അല്ലാതെ നിങ്ങൾ ചോദിച്ചും ആരാ താത്ത ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുകയെന്ന്. അങ്ങനെ ഇടുന്നവരുണ്ട്, ഞാൻ കേട്ടിക്കണ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിക്കുള്ള കരിവേപ്പിൻ്റെ ഇലയും ഇതൊക്കെ കിട്ടാണ്ട് നമ്മളെ ചതച്ച് കൊടുന്ന് വെച്ച വെളുത്തുള്ളിയും ജീരകവും കുരുമുളകിൻ്റെ അതും അതിക്കാൻ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ മക്കളെ. കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തു, കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളവിടെ അരച്ചു കൊടുക്കുന്ന തക്കാളിയും, കൈ കൊണ്ട് നാണ്ടാനൊന്നും പറ്റണില്ല, കൈയൊക്കെ നല്ല വേദനയാണ് പനിച്ചിട്ട്. അപ്പോൾ മിക്സി തന്നെ ഒന്നുകൊണ്ട് അടിച്ചിങ്ങാണ്ട് കൊടുന്ന് നിൽക്കുകയാണ്. പിഴിഞ്ഞച്ച പുളിങ്ങയും ഇതൊക്കെ പിഴിഞ്ഞിച്ചീനും നോണ്ടി പിഴിഞ്ഞ് അതും അരച്ച മുരിങ്ങാക്കോലിൻ്റെതും ഒക്കെ കഴിക്കാൻ ഒഴിച്ചിക്കണ്. ഇപ്പോൾ അതിക്ക് വെള്ളം കണക്കാക്കി വെച്ചു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ ഒന്നിങ്ങോട്ട് തള വരുമ്പോഴേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതുകൊണ്ട് ഓഫാക്കുക. അത്ര തന്നെ ഉള്ള അതിൻ്റെ പണി കേട്ടോ. നമ്മളിവിടെ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഉള്ളത് ചെയ്യാണ്. അതിക്ക് പച്ചക്കള്ളപ്പരിപ്പ് ഇട്ടിക്കണ്. 2 മണി കടുക് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിക്കുക കേട്ടോ. അത് മുളകും പൊടിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരി പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കൽ മുളകോ ഇട്ടുങ്ങാണ്ടല്ല ഉപ്പേരി ഇങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ മുളകിൻ്റെ പൊടിയാണ് ഇടൽ. അപ്പോൾ അതും അവിടെ റെഡിയായി. നമ്മൾ അരിഞ്ഞേക്കല്ല ചീവിക്കാണ് കേട്ടോ. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.